ഇന്ന് നമ്മൾ KT 2024 സ്കീമിൻ്റെ ഇൻട്രൊഡക്ഷൻ ടു മെക്കാനിക്കൽ ആൻഡ് സിവിൽ എഞ്ചിനീയറിംഗിനകത്ത് സിവിലിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ എവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ചാൽ നമ്മുടെ KTU വെബ്സൈറ്റിനകത്ത് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിട്ടുണ്ടായിരുന്നു, അതാണ് ഇത്. ഓക്കെ, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ KTU വെബ്സൈറ്റിനകത്ത് ഗ്രൂപ്പ് C നകത്ത് കിടക്കുക. ഓക്കെ, അപ്പോൾ അതിനകത്ത് പാർട്ട് 2A മോഡൽ 3 and 4 ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്തുവാ? ഡിഫൈൻ പ്ലിന്ത് ഏരിയ, കാർപ്പറ്റ് ഏരിയ ആൻഡ് ഫ്ലോർ ഏരിയ റേഷ്യോ. അപ്പോൾ അതാണ് ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ടു സിവിൽ എഞ്ചിനീയറിംഗിനകത്ത് ആദ്യത്തെ ക്വസ്റ്റ്യൻ പ്ലിന്ത് ഏരിയ ആണ്. പ്ലിന്ത് ഏരിയ എന്ന് വെച്ചാൽ എന്തുവാണെന്ന് വെച്ചാൽ അതിൻ്റെ വേറെ ഒരു പേരാണ് ബിൽറ്റപ്പ് ഏരിയ എന്ന് അതിന് പറയും. Okay, plinth area or it is called as built-up area. Okay, built-up area, plinth area nu vecha enduva. What is that? It is an entire area occupied by the building, including external and internal walls. Okay, അപ്പം ഒരു ബിൽഡിംഗ് ഇതെന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ ബിൽഡിംഗ്. അപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ എക്സ്റ്റേണൽ വാൾസും ഇൻറ്റേർണൽ വാൾസും എല്ലാം കൂടി ചേർത്തിട്ടുള്ള ടോട്ടൽ ഏരിയ ആണ് പ്ലിന്ത് ഏരിയ എന്ന് പറയുന്നത്. Okay, it is generally 10 to 20% more than the carpet area. Carpet area നെ കാട്ടിലും 10 to 20% കൂടുതലായിരിക്കും. This is the plinth area. Okay, so what is carpet area? Carpet area എന്ന് വെച്ചാൽ യൂസബിൾ ഏരിയ, യൂസ്ഫുൾ ഏരിയ. യൂസ്ഫുൾ ഏരിയ എന്ന് വെച്ചാൽ നമ്മൾ കാർപ്പറ്റ് എവിടേക്കാണ് നമ്മൾ വിരിക്കുന്നത് അങ്ങനെ ഓർത്താലും മതി. അപ്പോൾ ഇതാണ് ഒരു ബിൽഡിങ്, ഇത് ഒരു റൂം, പിന്നെ ഇവിടെ കിച്ചൺ, ഇവിടെ ക്ലോസറ്റ്, വാട്ടർ ക്ലോസറ്റ്, ഇത് ലിവിങ് റൂം അങ്ങനെ കാണുവാണെങ്കിൽ നമ്മൾ കാർപ്പറ്റ് ഇതിനകത്തല്ലേ നമ്മൾ ഇടത്തുള്ളൂ. അപ്പോൾ ദിസ് യൂസ്ഫുൾ ഏരിയ ഇതാണ് നമ്മൾ കാർപ്പറ്റ് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, അതിനകത്ത് വെറാൻഡ വരത്തില്ല. ഓക്കെ, സാനിറ്ററി അക്കോമഡേഷൻസ് വരത്തില്ല, എയർ കണ്ടീഷനിങ് റൂം അതൊന്നും വരത്തില്ല. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. വാട്ട് ഈസ് കാർപ്പറ്റ് ഏരിയ? ഇറ്റ് ഈസ് എ ടോട്ടൽ ഏരിയ മൈനസ് വെറാൻഡ, കോറിഡോർസ്, passages, staircase, lift, entrance hall, and also minus non-usable areas such as sanitary accommodations, air conditioning room, etc. അപ്പോൾ എളുപ്പത്തിൽ ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഒരു റൂമിനകത്ത് നമ്മൾ കാർപ്പറ്റ് എവിടേക്കാണ് ഇടുന്നത് ആ ഏരിയ മാത്രമാണ് കാർപ്പറ്റ് ഏരിയ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ പ്ലിന്ത് ഏരിയ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ ഏരിയ ഓക്കുപ്പൈഡ് ബൈ ദ ബിൽഡിംഗ് ഇൻക്ലൂഡിങ് എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ വാൾസ് ആണ് പ്ലിന്ത് ഏരിയ. അത് കാർപ്പറ്റ് ഏരിയനെക്കാട്ടിലും 10 to 20% കൂടുതലായിരിക്കും. വാട്ട് ഈസ് കാർപ്പറ്റ് ഏരിയ? യൂസ്ഫുൾ ഏരിയ അല്ലെങ്കിൽ ലിവബിൾ ഏരിയ ആണ് കാർപ്പറ്റ് ഏരിയ. ഓക്കെ, അപ്പോൾ അടുത്ത എന്തുവാ? ഫ്ലോർ ഏരിയ റേഷ്യോ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ഫ്ലോർ ഏരിയ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്തുവാണെന്ന് വെച്ചാൽ ടോട്ടൽ ഏരിയ ബൈ ഓൾ ദ ഫ്ലോർസ് ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ദ പ്ലോട്ട്. ഓക്കെ, അല്ലെങ്കിൽ യു ക്യാൻ ഓൾസോ റൈറ്റ് ഇറ്റ് as ലൈക്ക് ദിസ്, സം ഓഫ് ഏരിയ ഓഫ് ഓൾ ദ ഫ്ലോർസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഏരിയ ഓഫ് ദ പ്ലോട്ട്. ഇതിന് ഒരു എക്സാമ്പിൾ പറയാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം ഇതാണ് നമ്മുടെ ബിൽഡിംഗ്. ഓക്കെ, ഇതാണ് നമ്മുടെ ബിൽഡിംഗ്. ഫോർ എക്സാമ്പിൾ അതിൻ്റെ ലെങ്ത് ഇതൊരു 6 മീറ്ററും ഇതൊരു 4 മീറ്ററിന് വെച്ചോ. ഓക്കെ, ഈ ബിൽഡിംഗ് നമ്മൾ ഒരു സ്ഥലം കാണത്തില്ലേ, ഇതാണ് ഒരു റെക്ടാങ്കുലർ പ്ലോട്ടിന് ഉദ്ദേശിക്കുക. അപ്പം ഇത് ഒരു 10 മീറ്റർ, ഇത് ഒരു 10 മീറ്ററിന് വെച്ചോ. ഓക്കെ, അപ്പോൾ ഇതാണ് പ്ലോട്ട്. ഈ പ്ലോട്ടിനകത്ത് നമ്മുടെ ബിൽഡിംഗ് ഇവിടെയാണ് ഇരിക്കുന്നത്. അപ്പോൾ വാട്ട് ഈസ് ദ ഫ്ലോർ ഏരിയ റേഷ്യോ എന്ന് വെച്ചാൽ ഇത് ഗ്രൗണ്ട് ഫ്ലോർ മാത്രമേ ഉള്ളൂ എന്ന് വെച്ചോ. ഓക്കെ, മുകളിൽ ഒന്നുമില്ല, ഗ്രൗണ്ട് ഫ്ലോർ മാത്രമേ ഉള്ളൂ, ഒരു നിലയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് ദ ഫ്ലോർ ഏരിയ റേഷ്യോ എന്ന് പറഞ്ഞാൽ 6 into 4 ഡിവൈഡ് ബൈ 10 into 10 ആണ് ഫ്ലോർ ഏരിയ റേഷ്യോ. മനസ്സിലായോ? ടോട്ടൽ ഏരിയ ബൈ ഓൾ ദ ഫ്ലോർസ്. ഇപ്പോൾ ഇത് ഗ്രൗണ്ട് ഫ്ലോർ മാത്രമേ ഉള്ളത് കൊണ്ടാണ് ഇതിനകത്തുള്ള ഫ്ലോർ ഏരിയ കാൽക്കുലേഷൻ എടുത്തിട്ട് ഡിവൈഡ് ബൈ 10 into 10. ഓക്കെ, ഇത് ഞാൻ ഇപ്പം വെറുതെ ഇതിനകത്ത് പ്ലിന്ത് ഏരിയ കാർപ്പറ്റ് ഏരിയ അങ്ങനെയൊന്നും നോക്കിയിട്ടില്ല, ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇൻ കേസ് ഇത് 6 into 4 ഇങ്ങനെ ഒരു ഡയമെൻഷൻ ഉണ്ടെങ്കിൽ ഈ ഫ്ലോർ ഏരിയ എത്രയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് 6 into 4 ഡിവൈഡ് ബൈ 10 into 10. അപ്പോൾ ഈ പ്ലോട്ടിൽ തന്നെ
നമുക്ക് ഒരു ഫസ്റ്റ് ഫ്ലോർ ഉണ്ടെന്ന് വെച്ചോ. ഈ ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഏരിയ ഒരു 10 മീറ്റർ സ്ക്വയർ ഉണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ കൂടെ ഗ്രൗണ്ട് ഫ്ലോർ ഏരിയ പ്ലസ് ഫസ്റ്റ് ഫ്ലോർ ഏരിയ ആഡ് ചെയ്തിട്ട് ഡിവൈഡ് ബൈ ടോട്ടൽ പ്ലോട്ട് ഏരിയ ഇടണം. ഇത്രയേ ഉള്ളൂ സംഭവം. ദിസ് ഇസ് ഫ്ലോർ ഏരിയ റേഷ്യോ. മനസ്സിലായോ? അപ്പോൾ ഇപ്പോൾ ഈ ആദ്യത്തെ ക്വസ്റ്റ്യനകത്ത് പ്ലിന്ത് ഏരിയ നമ്മൾ പഠിച്ചു. പ്ലിന്ത് ഏരിയ എന്ന് വെച്ചാൽ ഏരിയ ഓക്കുപ്പൈഡ് ബൈ ദ ബിൽഡിംഗ്. ഇതിനകത്ത് ഇൻക്ലൂഡിങ് എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ വാൾസ് ആണ്. ഓക്കെ, ഇത് 10-20% കൂടുതലായിരിക്കും കാർപ്പറ്റ് ഏരിയനെക്കാട്ടിലും. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് കാർപ്പറ്റ് ഏരിയ? കാർപ്പറ്റ് ഏരിയ എന്തുവാ? കാർപ്പറ്റ് ഏരിയ ഇസ് ദ യൂസ്ഫുൾ ഏരിയ. ഓക്കെ, യൂസ്ഫുൾ ഏരിയ. അല്ലെങ്കിൽ പ്ലിന്ത് ഏരിയയിലേന്ന് നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ഈ കോറിഡോറിൻ്റെ ഏരിയ, വരാന്തയുടെ ഏരിയ, ലിഫ്റ്റിൻ്റെ ഏരിയ, എൻട്രൻസ് ഹാളിൻ്റെ ഏരിയ, സാനിറ്ററി അക്കോമഡേഷൻസിൻ്റെ ഏരിയ, എയർ കണ്ടീഷനിങ്ങിൻ്റെ ഏരിയ ഒക്കെ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കാർപ്പറ്റ് ഏരിയ കിട്ടും. ഓക്കെ, വാട്ട് ഈസ് ഫ്ലോർ ഏരിയ റേഷ്യോ? സം ഓഫ് ഏരിയ ഓഫ് ഓൾ ദ ഫ്ലോർസ് ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ദി പ്ലോട്ട്. മനസ്സിലായോ? ഓക്കെ, ഇപ്പം ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്തുവാന്ന് വെച്ചാൽ റോൾ ഓഫ് സിവിൽ എഞ്ചിനീയർ ഇൻ ദ ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ് ഓഫ് എ കൺട്രി. ഓക്കെ, എന്തുവാ? ഒരു നാട്ടിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് സിവിൽ എഞ്ചിനീയറിൻ്റെ ഡ്യൂട്ടീസ് എന്തുവാ? അവരെന്തൊക്കെയാണ് ചെയ്യുന്നത്? അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ പഠിക്കണമെന്ന് ആവശ്യമില്ല, നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് എഴുതാനുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതിലുള്ള ചില പോയിന്റ്സ് എന്തൊക്കെയാണ്? അവരെന്ത് ചെയ്യും? മാപ്പ് പ്രിപ്പയർ ചെയ്യും. മാപ്പ് നമുക്ക് വെറുതെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ? അപ്പോൾ അതിന് ആദ്യം മെഷർ ചെയ്യണം. എർത്ത് സർഫേസിൽ കുറേ ഡയമെൻഷൻസ് ഒക്കെ എടുക്കണം. മോഡേൺ എക്യുപ്മെൻറ്റ്സ് വെച്ചിട്ട് അവർ എർത്ത് സർഫേസിനകത്ത് ഉള്ള ഡയമെൻഷൻസ് മെഷർ ചെയ്തിട്ടേ അവർക്ക് മാപ്പ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഇതാണ് ആദ്യത്തെ പോയിന്റ് അല്ലേ? രണ്ടാമത്തെ പോയിന്റ് എന്തുവാ? ഒരു പുതിയ ടൗൺഷിപ്പ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ പ്ലാനൊക്കെ ചെയ്യണ്ടേ? എവിടേക്കാണ് വീട് വയ്ക്കേണ്ടേ? എവിടെയാണ് ഇൻഡസ്ട്രിയൽ ഏരിയ കൊടുക്കേണ്ടേ? എവിടെയാണ് റിക്രിയേഷണൽ കൊടുക്കേണ്ടേ? അതൊക്കെ നോക്കണ്ടേ? അതാണ് പ്ലാനിങ് ഓഫ് ന്യൂ ടൗൺഷിപ്പ് ചെയ്യാം. അല്ലെങ്കിൽ ആൾറെഡി ഉള്ള ടൗൺഷിപ്പിന് പുതിയതാക്കാൻ വേണ്ടിയിട്ട് എക്സ്റ്റൻഷനോ ഇല്ല റിഡക്ഷനോ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതിനു വേണ്ടിയും അവർ ചെയ്യാം. മൂന്നാമത്തേത് കൺസ്ട്രക്ഷൻ ഓഫ് ഡിസൈൻഡ് ഡാംസ്, വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്സോ അല്ലെങ്കിൽ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റോ സ്യൂവേജ് സിസ്റ്റമോ അതൊക്കെ കൺസ്ട്രക്ഷൻ ചെയ്യണം. അടുത്ത് കൺസ്ട്രക്ഷൻ ഓഫ് റോഡ്സ്, റെയിൽവേസ്, എയർപോർട്ട്സ്, ഹാർബേഴ്സ്, കനാൽസ് ബിൽഡ് ചെയ്യുന്നത്, ഡിസ്ട്രിബ്യൂട്ടറീസ് ചെയ്യുന്നത്, വാട്ടർ സോഴ്സിലിருந்து അഗ്രികൾച്ചറൽ ലാൻഡിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചെയ്യണ്ടേ? കനാൽസൊക്കെ ബിൽഡ് ചെയ്യണ്ടേ? അതൊക്കെ ഒരു എഞ്ചിനീയറിൻ്റെ ഡ്യൂട്ടിയാണ്. പിന്നെ ക്രിയേറ്റിംഗ് എ പൊല്യൂഷൻ ഫ്രീ എൻവിറോൺമെൻറ്റൽ കണ്ടീഷൻ, പിന്നെ റിവർ നാവിഗേഷൻ, ഫ്ലഡ് കൺട്രോൾ പ്രോജക്ട്സ്, ഇതൊക്കെയാണ് സിവിൽ എഞ്ചിനീയറിൻ്റെ റോളാണ്. ഓക്കെ, ഇതൊന്ന് ഓർത്തെടുത്താൽ മതി. നിങ്ങൾക്ക് തന്നെ എഴുതാനുള്ള ക്വസ്റ്റ്യനാണ് ഇത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ് സ്റ്റോൺ. അപ്പോൾ ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ് സ്റ്റോൺ എന്ന് വെച്ചാൽ ഒരു സ്റ്റോണ് ആദ്യം നമ്മൾ അതിനെ നോക്കത്തില്ലേ? അത് നോക്കുമ്പോൾ അതിൻ്റെ ഒരു നല്ല അപ്പിയറൻസ് ആണെങ്കിൽ, ഗുഡ് അപ്പിയറൻസ് ആണെങ്കിൽ ദാറ്റ് ഈസ് എ ഗുഡ് ബിൽഡിംഗ് സ്റ്റോൺ ആണ്. അല്ലെങ്കിൽ ഇറ്റ് ഷുഡ് ഹാവ് എ ഡീസെൻറ്റ് അപ്പിയറൻസ്. ഓക്കെ, പിന്നെ അതിൻ്റെ വേറെ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് പ്രിസേർവ് ദെയർ കളർ യൂണിഫോംലി ഫോർ എ ലോങ് ടൈം. ഓക്കെ, ഇറ്റ് ഷുഡ് പ്രിസേർവ് ദെയർ കളർ യൂണിഫോംലി ഫോർ ലോങ് ടൈം. ഈ വെതറിങ് ആക്ഷൻസിനാല അതിൻ്റെ കളർ പോകാതിരിക്കണം. ഓക്കെ, ഇറ്റ് ഷുഡ് ബി ഡ്യൂറബിൾ. പിന്നെ അതിന് ഫയർ റെസിസ്റ്റൻസ് വേണം. പിന്നെ അതിനകത്ത് ഒരു സോളിബിൾ മാറ്റർ ഇരിക്കാൻ പാടില്ല. ഓക്കെ, പിന്നെ ഇതാണ് പ്രത്യേകിച്ച് നമ്മൾ പഠിക്കേണ്ടത്. എന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നത്? ഹാർഡ്നെസ്സും സ്പെസിഫിക് ഗ്രാവിറ്റിയും ടഫ്നെസ്സും വാട്ടർ അബ്സോർപ്ഷനും പെർസെൻറ്റേജ് ഓഫ് വിയർ ക്രഷിംഗ് സ്ട്രെങ്ത്, ഇതിനെല്ലാത്തിലും നമുക്ക് വാല്യൂസ് ഉണ്ട്. ഈ വാല്യൂസൊക്കെ എങ്ങനെ നമുക്ക് പഠിക്കാം അത് പറഞ്ഞു തരാം. ഈ ഹാർഡ്നെസ്, സ്പെസിഫിക് ഗ്രാവിറ്റി, ടഫ്നെസ്, ഇത് മൂന്നും ഗ്രേറ്റർ ദാൻ ആണ്. ഓക്കെ, ഗ്രേറ്റർ ദാൻ ആണ് ഹാർഡ്നെസ്, സ്പെസിഫിക് ഗ്രാവിറ്റി, ടഫ്നെസ് ഇൻഡെക്സ് HST.
Okay, HST. Hardness, specific gravity, toughness. Hardness 17 ആണ്, 17. Okay, specific gravity 17 കളഞ്ഞിട്ടുള്ള നമ്പർ എന്തുവാ? 27. പക്ഷേ സ്പെസിഫിക് ഗ്രാവിറ്റി ആയതുകൊണ്ട് 2.7 എഴുതും. ഓക്കെ, ടഫ്നെസ് എന്തുവാ? 19. 7 + 2 എന്തുവാ? 9. അപ്പോൾ ഇത് ഈ 1 അങ്ങോട്ട് വരും. ഇങ്ങനെ മനസ്സിലാക്കിയാലും മതി, ഓർത്തെടുക്കാൻ എളുപ്പമായിരിക്കും. HST, ഹാർഡ്നെസ്, സ്പെസിഫിക് ഗ്രാവിറ്റി, ടഫ്നെസ്. ഹാർഡ്നെസ് 17, സ്പെസിഫിക് ഗ്രാവിറ്റി 17 കളഞ്ഞിട്ട് 27 ആണ്, 7 + 2 9 ആണ്, പിന്നെ ഒരു 1 ഇടാം. ഓക്കെ, water absorption should be less than 0.6. Percentage of wear should be equal to or less than 3. Crushing strength should be greater than 1000 Newton per mm². അപ്പം characteristic of good stone എന്ന് പറഞ്ഞാൽ അതിന് നല്ല ഒരു അപ്പിയറൻസ് വേണം, കളർ പ്രിസർവ് ചെയ്യണം, ഡ്യൂറബിൾ ആയിരിക്കണം, ഫയർ റെസിസ്റ്റൻസ് വേണം, സോളിയബിൾ മാറ്റർ ഇരിക്കാൻ പാടില്ല. HST ആണ്. ഹാർഡ്നെസ്, സ്പെസിഫിക് ഗ്രാവിറ്റി, ടഫ്നെസ് ഇൻഡെക്സ് ആണ്. ഹാർഡ്നെസ് 17 ആണ്, സ്പെസിഫിക് ഗ്രാവിറ്റി 27, അതുകൊണ്ടാണ് 2.7 ഇട്ടിരിക്കുന്നത്. സ്പെസിഫിക് ഗ്രാവിറ്റി 2.7 ആണ്. ടഫ്നെസ് ഇൻഡെക്സ് 7 + 2 9 ആണ്, അപ്പോൾ 119 ആണ്. ഓക്കെ, പിന്നെ വാട്ടർ അബ്സോർപ്ഷൻ ഷുഡ് ബി ലെസ് ദാൻ 0.6 ആണ്. പെർസെൻറ്റേജ് ഓഫ് വിയർ ഷുഡ് ബി ഈക്വൽ ടു ഓർ ലെസ് ദാൻ 3% ആണ്. ക്രഷിംഗ് സ്ട്രെങ്ത് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 1000 Newton per mm² ആണ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ വെതറിംഗ് ആണ്. വാട്ട് ഈസ് വെതറിംഗ് ആൻഡ് ഹൗ ഡസ് ഇറ്റ് കോൺട്രിബ്യൂട്ട് ടു ദ റോക്ക് സോയിൽ? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യം വെതറിംഗ് എന്ന് വെച്ചാൽ എന്തുവാണ് എഴുതേണ്ടത്? വാട്ട് ഈസ് വെതറിംഗ്? വെതറിംഗ് ഇസ് ദ പ്രോസസ് ദാറ്റ് ബ്രേക്ക് ഡൗൺ ദ റോക്സ്. അതാണ് വെതറിംഗ്. ഓക്കെ, weathering is the process that break down rocks. ഇതാണ് വെതറിംഗ്. അതിൻ്റെ കോൺട്രിബ്യൂഷൻ എന്തുവാ? ഈ വെതറിംഗ് നടക്കുന്നത് കൊണ്ടാണ് ഈ സൈക്കിളൊക്കെ നടക്കുന്നത്. ഓക്കെ, പിന്നെയും പിന്നെയും റോക്ക് ഫോർമേഷനൊക്കെ നടക്കുന്നത് ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് വെതറിംഗ് ആൻഡ് എറോഷൻ്റെ ആക്ടിവിറ്റി കൊണ്ടാണ്. വെതറിംഗ് പ്രോസസ്സ് എന്തുവാ? റോക്സ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്. എറോഷൻ എന്തുവാ? ആ ബ്രേക്ക് ഡൗൺ ആണ് റോക്സിനെ പിന്നെയും പിന്നെയും സ്മോളർ പീസസ് ആയിട്ട് ബ്രോക്ക് ചെയ്ത്, നിങ്ങൾക്കറിയാമല്ലോ ഇത് ഒത്തിരി, നിങ്ങൾ സ്കൂളും അതുകൊണ്ട് ഇത് പഠിച്ചു കാണും. അപ്പോൾ അത് അങ്ങനെ തന്നെ എഴുതുക. എറോഷൻ ബ്രേക്സ് ഡൗൺ ദ റോക്സ് ഇൻ ടു സ്മോൾ ആൻഡ് സ്മോളർ പീസസ്. ഈ സ്മോളർ പീസസ് പിന്നെ പിന്നെയും വെതറിംഗ് ആക്ഷൻസ് കൊണ്ട് എവിടെയെങ്കിലും ഒരു ഇടത്തിൽ പോയി സെഡിമെൻ്റ് ആവും. അത് തന്നെ സെഡിമെൻ്ററി റോക്സ് ആയിട്ട് ഫോം ചെയ്യുന്നത്. പിന്നെ ഒരു എക്സ്ട്രീം പ്രഷറും അത് സെഡിമെൻ്റ് ആകുമ്പോഴത്തേക്ക് താഴോട്ട് പോകത്തില്ലേ, ബോട്ടമിലോട്ട് പോകുമ്പോൾ എക്സ്ട്രീം പ്രഷറും ഇൻക്രീസിങ് ഇൻ ദ ടെമ്പറേച്ചർ, ആ ഡെപ്തിൽ ടെമ്പറേച്ചർ കൂടത്തില്ലേ, അതുകൊണ്ട് ആ റോക്ക് ചേഞ്ച് ആകും. പിന്നെ മെറ്റമോർഫിക് റോക്കായിട്ട് ഫോം ചെയ്യും. പിന്നെ മോൾട്ടൺ മാഗ്മ വരും. പിന്നെ ഇഗ്നീഷ്യസ് റോക്ക്, ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ആൻഡ് ദ സൈക്കിൾ കണ്ടിന്യൂ ഓവർ ദ ഏജസ് ഫോമിങ് ന്യൂ റോക്സ്. ഇതാണ് അതിൻ്റെ കോൺട്രിബ്യൂഷൻ. 5A മേജർ ഡിസിപ്ലിൻസ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് ആൻഡ് ദിയർ റോൾ ഇൻ ഇൻഫ്രാസ്ട്രക്ചറൽ ഫ്രെയിംവർക്കാണ്. അപ്പം നമുക്ക് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, എൻവയറോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് ഉണ്ട്, ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, വാട്ടർ റിസോഴ്സസ് എഞ്ചിനീയറിംഗ്, സർവേയിങ് ആൻഡ് ലെവലിംഗ് ഉണ്ട്. ഓക്കെ, ഇതിനെക്കുറിച്ചാണ് ഇപ്പം നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് എളുപ്പത്തിലിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഡിസിപ്ലിൻസ് ഒരു കോളത്തിനകത്തും റോൾസ് എന്തൊക്കെയാണുള്ളത് പെട്ടെന്ന് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ്. സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് എന്ന് വെച്ചാൽ ഡിസൈൻ ഓഫ് RCC structures like multi-story buildings, retaining walls, water tank, bridges. നമ്മൾ കാണുന്ന എല്ലാ RCC സ്ട്രക്ചറും ഈ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ആണ് ഇതിനകത്ത് വരുന്നതാണ്. ഓക്കെ, ആ എഞ്ചിനീയർ, സ്ട്രക്ചറൽ എഞ്ചിനീയർ ഇതൊക്കെ ഡിസൈൻ ചെയ്യണം അക്കോർഡിംഗ് ടു ദ ലാസ്. IS കോഡ് പ്രകാരം അവരിതൊക്കെ ഡിസൈൻ ചെയ്യുന്നതാണ്. സ്റ്റീൽ സ്ട്രക്ചേഴ്സും അവരാണ് ഡിസൈൻ ചെയ്യുന്നത്. റെയിൽവേ പ്ലാറ്റ്ഫോം, ഫാക്ടറീസ്, സ്റ്റീൽ ബ്രിഡ്ജസ് എക്സെട്ര. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന എല്ലാ വലിയ വലിയ സ്ട്രക്ചേഴ്സും ഈ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ആണ് അതിനകത്ത് വരുന്നതാണ്. ഓക്കെ, എൻവിറോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് ഓർ വാട്ടർ സപ്ലൈ ആൻഡ് സാനിറ്ററി എഞ്ചിനീയറിംഗ് അങ്ങനെയും പറയാം. അപ്പോൾ ഇവർ പ്രത്യേകിച്ച് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വാട്ടർ ട്രീറ്റ്മെൻറ്റ് സിസ്റ്റം,
പിന്നെ വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, സ്യൂവേജ് സിസ്റ്റം, വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ്, അത് ഡൊമസ്റ്റിക് ആയാലും ശരി ഇൻഡസ്ട്രിയൽ ആയാലും ശരി. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റും അവരാണ് ചെയ്യുന്നത്. സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റും ഇതിനകത്താണ് വരുന്നത്. പിന്നെ എൻവിറോൺമെൻറ്റൽ പൊല്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇഷ്യൂസും ഇതിനകത്താണ് വരുന്നത്. ഓക്കെ, അടുത്ത് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ്. ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് വെച്ചാൽ സോയിലിനെ കുറിച്ച് ഉള്ളതാണ്. അപ്പം സോയിലിൻ്റെ ബിയറിംഗ് കപ്പാസിറ്റി, ഓക്കെ, മെഷർമെൻറ്റ് ഓഫ് സോയിൽ പാരാമീറ്റേഴ്സ് ആൻഡ് സേഫ് ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് ദ സോയിൽ. എന്തുകൊണ്ടാണ് അവർ ചെയ്യുന്നത് വെച്ചാൽ, ഒരു ബിൽഡിംഗ് നമ്മൾ ഫൗണ്ടേഷൻ എടുത്തില്ലേ, ഈ ഫൗണ്ടേഷൻ ഏത് ഫൗണ്ടേഷനാണ് തീരുമാനിക്കേണ്ടത് ഈ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയർ ആണ്. ഓക്കെ, അവരാണ് ആ സ്ഥലത്തിലുള്ള സോയിലിൻ്റെ ബിയറിംഗ് കപ്പാസിറ്റി, അത് എത്രത്തോളം ലോഡ് ബിയർ ചെയ്യുന്നുള്ളത് അവർ ടെസ്റ്റ് ചെയ്തിട്ട് കണ്ടുപിടിച്ച് ഏത് ഫൗണ്ടേഷനാണ് കൊടുക്കേണ്ടത്, ഡീപ്പ് ഫൗണ്ടേഷനാണോ കൊടുക്കേണ്ടത്, സാലോ ഫൗണ്ടേഷനാണോ കൊടുക്കേണ്ടത്, ഡീപ്പ് ഫൗണ്ടേഷനാണോ കൊടുക്കേണ്ടതെന്നുള്ളത് അവർ ഈ ബിയറിംഗ് കപ്പാസിറ്റി വെച്ചിട്ട് അവർ പറയും. അപ്പം ആ മെഷർമെൻറ്റ് ഓഫ് സോയിൽ പാരാമീറ്റേഴ്സ് ആൻഡ് സോയിൽ ബിയറിംഗ്, സേഫ് ബിയറിംഗ് കപ്പാസിറ്റി, സോയിൽ ഇൻവെസ്റ്റിഗേഷൻ, സ്റ്റഡി ഓഫ് ജിയോളജി, പിന്നെ ഡിസൈൻ ഓഫ് ഫൗണ്ടേഷൻ, ഇതൊക്കെ ഇതിനകത്താണ് വരുന്നത്. ഓക്കെ, ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് ഇത് എല്ലാവർക്കും അറിയാലോ. ഹൈവേസ്, എയർവേസ്, റെയിൽവേസ്, ടണൽസ്, ഡോക്സ്, ഹാർബർ, ഇതൊക്കെ ആ ട്രാഫിക്കിനനുസരിച്ച് ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കേണ്ടതെന്നുള്ളത്, ചെയ്യേണ്ടതെന്നുള്ളത് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിനകത്താണ് വരുന്നത്. ഓക്കെ, പിന്നെ വാട്ടർ റിസോഴ്സസ് എഞ്ചിനീയറിംഗ് ആൻഡ് ഹൈഡ്രോളിക് എഞ്ചിനീയറിംഗ്, ഇതും എൻവിറോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് തമ്മിൽ ഡിഫറെൻ്റ് ഉണ്ട്. ഈ വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗ് ഓർ ഹൈഡ്രോളിക് എഞ്ചിനീയറിംഗ് എന്ന് വെച്ചാൽ ഇവരും ഡീൽ ചെയ്യുന്നത് വാട്ടറാണ്. ബട്ട് ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സിനകത്ത് അവർ പോവും. ഡാംസ്, കനാൽസ്, റിസർവോയർസ്, ഇങ്ങനെ പോവും. മനസ്സിലായോ? എൻവിറോൺമെൻറ്റൽ ആണെങ്കിൽ കമേഴ്ഷ്യൽ അല്ലെങ്കിൽ റെസിഡൻഷ്യലുള്ള വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ്, ഇതാണ് അതിനകത്ത് വരുന്നത്. ഓക്കെ, പിന്നെ മാനേജ്മെൻറ്റ്, വേസ്റ്റ് മാനേജ്മെൻറ്റ്, ഇതെല്ലാം അതിനകത്ത് വരും. ഇതിനകത്ത് എൻവിറോൺമെൻറ്റൽ എഞ്ചിനീയറിംഗിനകത്ത്. ഓക്കെ, ഇത് വേസ്റ്റ് വാട്ടർ റിസോഴ്സസ് എഞ്ചിനീയറിംഗിനകത്ത് ഡാംസ്, കനാൽസ്, റിസർവോയർസ്, പിന്നെ സോഴ്സസ് ഓഫ് വാട്ടർ, റെയിൻഫോളിൻ്റെ സ്റ്റഡി നടത്തുന്നത്, റൺ ഓഫ്, ഫ്ലഡ് കൺട്രോൾ പ്രോജക്ട്സ്, ഇതൊക്കെ വരുന്നത് വാട്ടർ റിസോഴ്സസ് എഞ്ചിനീയറിംഗ്. ഓക്കെ, സർവേയിങ് ആൻഡ് ലെവലിംഗ് എന്ന് വെച്ചാൽ പ്രിപ്പറേഷൻ ഓഫ് മാപ്പ്. അതായത് നമ്മുടെ എർത്ത് സർഫേസിനകത്ത് എന്തെങ്കിലും ഒരു ഓബ്ജക്റ്റ് ഉണ്ടെങ്കിൽ, മേ ബി എ മൗണ്ടെയിൻ, അല്ലെങ്കിൽ ഒരു ലാൻഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് ആയിരിക്കാം, ഈ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനോ, അതൊക്കെ നമ്മൾ ഈ സർവേയിങ് ആൻഡ് ലെവലിംഗ് സർവേയറിന് ആണ് ചെയ്യേണ്ടത്. അവർ മെഷറിംഗ് ദ ഡയമെൻഷൻസ് ഓഫ് എൻ ഓബ്ജക്റ്റ് ഓൺ ദ സർഫേസ് ഓഫ് ദ എർത്ത് യൂസിങ് മോഡേൺ സർവേയിങ് എക്യുപ്മെൻറ്റ്സ് ലൈക്ക് EDM, ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് മെഷർമെൻറ്റ് കൊണ്ടോ ടോട്ടൽ സ്റ്റേഷൻ കൊണ്ടോ GPS, GIS യൂസ് ചെയ്തിട്ട് ഒരു മാപ്പ് പ്രിപ്പയർ ചെയ്യുന്നത്, ഒരു സർവേ കണ്ടക്ട് ചെയ്യുന്നതാണ് ഇതിനകത്ത് വരുന്നത്, സർവേയിങ് ആൻഡ് ലെവലിങ്ങിനകത്ത് വരുന്നത്. ഈ ലെവലിംഗ് എന്ന് പറയുമ്പോൾ എലിവേഷൻ കണ്ടുപിടിക്കുന്നതാണ്. ഓക്കെ, ഈ ഗ്രൗണ്ട് ലെവലിലിരുന്ന് ആ ഓബ്ജക്റ്റിൻ്റെ ഹൈറ്റ്, അതിൻ്റെ എലിവേഷൻ, മീൻ സീ ലെവലിലേന്ത് ആ ഓബ്ജക്റ്റിൻ്റെ എലിവേഷൻ ഹൈറ്റ് എത്രയാണുള്ളതാണ് ലെവലിംഗ്. ഓക്കെ, ഇതാണ് ഡംപി ലെവൽ യൂസ് ചെയ്തിട്ട് ചെയ്യാം, ടോട്ടൽ സ്റ്റേഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യാം, ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് മെഷർമെൻറ്റ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. ഇതാണ് ഇപ്പോൾ ഉള്ള മോഡേൺ സർവേയിങ് എക്യുപ്മെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ മേജർ ഡിസിപ്ലിൻസ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ്. എന്തൊക്കെയാണ് നമ്മൾ നോക്കിയത്? സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് കണ്ടു, എൻവിറോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ്, ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ്, ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ്, ഹൈഡ്രോളിക് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ വാട്ടർ റിസോഴ്സസ് എഞ്ചിനീയറിംഗ് WRE, പിന്നെ ഉള്ളത് സർവേയിങ് ആൻഡ് ലെവലിംഗ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ 6A ഫാക്ടേഴ്സ് ടു ബി കൺസിഡർ ഫോർ സെലക്ടിങ് ദ സൈറ്റ് ഓഫ് എ ബിൽഡിംഗ്. അപ്പോൾ ഒരു ബിൽഡിംഗ്, ഇപ്പം നമ്മൾ ഒരു ബിൽഡിംഗ്, ഒരു വീട് കെട്ടാൻ തീരുമാനിച്ചു. അപ്പോൾ അത് തീരുമാനിക്കുന്ന മുൻപ് നമുക്ക് സൈറ്റ് വേണ്ടേ? അപ്പോൾ ആ സൈറ്റ് നമ്മൾ നോക്കാൻ പോവുക. അപ്പോൾ ആ
നോക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാ പോയിന്റ്സ് നമ്മൾ ഓർത്ത് വെച്ചിട്ട് നോക്കണം എന്നുള്ളതാണ് ആ ക്വസ്റ്റ്യൻ. അപ്പം നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഒരു സൈറ്റ് നോക്കുന്നത്? അത് കുഴിയിനകത്ത് ഇരിക്കാൻ പാടില്ലല്ലോ അല്ലേ? ഏറ്റവും ഒരു എലിവേഷനിലാണ് ഇരിക്കേണ്ടത് അല്ലേ? ഒത്തിരി എലിവേഷനൊന്നല്ല, ഒരു മോഡറേറ്റ് എലിവേഷനകത്താണ് ഇരിക്കേണ്ടത്. അപ്പം ആ ഒരു പോയിന്റ് ഇവിടെ ഉണ്ട്. ഷുഡ് ബി സിറ്റുവേറ്റഡ് ഓൺ എൻ എലിവേറ്റഡ് പ്ലേസ് ആൻഡ് ഓൾസോ ലെവൽഡ് വിത്ത് യൂണിഫോം സ്ലോപ്സ് ഫോർ ദ ഗുഡ് ഡ്രെയിനേജ് ഓഫ് റെയിൻ വാട്ടർ. അത് കുറച്ചും കൂടി നല്ല സ്ലോപ്പായിരിക്കണം, എന്നാലേ റെയിൻ വാട്ടർ ഒഴുകി പോകാനുള്ള ഫെസിലിറ്റീസ് ഈസി ആയിരിക്കും അല്ലേ? പിന്നെ നമ്മുടെ പർപ്പസ്, നമ്മൾ ഏതാ കമേർഷ്യൽ ബിൽഡിംഗ് ആണോ നമ്മൾ കെട്ടാൻ പോകുന്നത്, അല്ലെങ്കിൽ റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണോ കെട്ടാൻ പോകുന്നത്? അപ്പോൾ നമ്മൾ കമേർഷ്യലിന് വേണ്ടിയിട്ട് കെട്ടുവാണെങ്കിൽ ആ സോണിൽ തന്നെ നമ്മൾ കെട്ടണം. റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണെങ്കിൽ റെസിഡൻഷ്യൽ ഏരിയനകത്ത്. അപ്പം പർപ്പസ് ഓഫ് ദ ബിൽഡിംഗ് എന്തുവാണ് ആദ്യം തീരുമാനിക്കണം. പിന്നെ അതിൻ്റെ പ്രൈവസി, നമുക്ക് തൊട്ട ആൾക്കാർ വേണോ അല്ലെങ്കിൽ വേണ്ടേ, അത് നോക്കിയിട്ട് നമ്മൾ സൈറ്റ് ആദ്യം കാണണം. പിന്നെ ആ സൈറ്റ് ഇറ്റ് ഷുഡ് ബി ലൊക്കേറ്റഡ് ഇൻ എ ഫുള്ളി ഡെവലപ്ഡ് ഓർ എ ഫാസ്റ്റ് ഡെവലപ്പിംഗ് ലൊക്കാലിറ്റി. എന്നാലേ നമുക്ക് എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ഡെവലപ്പ് ആകുന്നതാണെങ്കിൽ നമുക്കത് ഇത്രയും ഇല്ലല്ലോ. അതുകൊണ്ട് ഇറ്റ് ഷുഡ് ബി ലൊക്കേറ്റഡ് ഇൻ എ ഫുള്ളി ഡെവലപ്ഡ് ഓർ ഫാസ്റ്റ് ഡെവലപ്പിംഗ് ലൊക്കാലിറ്റിയിലായിരിക്കും. പിന്നെ ഇറ്റ് ഷുഡ് ബി ലൊക്കേറ്റഡ് ഇൻ സച്ച് എ വേ ദാറ്റ് കമ്മ്യൂണിറ്റി സർവീസസ്, യൂട്ടിലിറ്റി സർവീസസ്, അമ്യൂണിറ്റീസ് ആൻഡ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ഷുഡ് ഓൾസോ ബി അവൈലബിൾ വിത്തിൻ ദ ഷോർട്ട് ഡിസ്റ്റൻസ്. ഇതാണ് ഇമ്പോർട്ടൻറ്റ് അല്ലേ? നമ്മുടെ പിള്ളേരൊക്കെ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് സ്കൂൾ തൊട്ടടുത്തായിരിക്കണം, ഹോസ്പിറ്റൽ അടുത്തായിരിക്കണം, മാർക്കറ്റ് അടുത്തായിരിക്കണം, ഷോപ്പിംഗ് മാൾ അടുത്തായിരിക്കണം അല്ലേ? ഷോപ്പിംഗ് മാൾ അടുത്തായിരിക്കണം. പിന്നെ വാട്ടർ സപ്ലൈ, ഇലക്ട്രിസിറ്റി കണക്ഷൻ ഉണ്ടായിരിക്കണം. പിന്നെ പോലീസ്, ഫയർ പ്രൊട്ടക്ഷനും ക്ലിയറിംഗ് ഓഫ് വേസ്റ്റ്, ക്ലീനിങ് സ്ട്രീറ്റ്സ്. അപ്പോൾ ഇതൊക്കെ അടുത്തായിരിക്കണം. ദാറ്റ് ഈസ് വിത്തിൻ ദ ഷോർട്ട് ഡിസ്റ്റൻസ് ആയിരിക്കണം. പിന്നെ ഇറ്റ് ഷുഡ് ബി അവേ ഫ്രം ദ ക്വാറീസ്, ക്ലിൻസ്, ഫാക്ടറീസ്. ഇങ്ങനെ ഇൻഡസ്ട്രിയൽ ഏരിയ തൊട്ടടുത്തിരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ആ ശബ്ദം, നോയ്സ് പൊല്യൂഷൻ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് തൊട്ടടുത്തിരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇറ്റ് ഷുഡ് ബി അവേ ഫ്രം. സൈറ്റ് സോയിൽ ഷുഡ് ബി ഗുഡ് എനഫ് വിത്ത് എ ഹൈ സേഫ് ബിയറിംഗ് കപ്പാസിറ്റി ടു പ്രൊവൈഡ് എക്കണോമിക്കൽ ഫൗണ്ടേഷൻ. അത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം സോയിലിൻ്റെ ബിയറിംഗ് കപ്പാസിറ്റി നല്ലതാണെങ്കിൽ നമ്മൾ ഫൗണ്ടേഷൻ കുറച്ച് ഇട്ടാൽ മതി. അപ്പം നമ്മുടെ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ കുറയും. സേഫ് ബിയറിംഗ് കപ്പാസിറ്റി, അതായത് സോയിലിൻ്റെ ബിയറിംഗ് കപ്പാസിറ്റി ലോ ആണെങ്കിൽ നമ്മൾ ഡീപ്പ് ഫൗണ്ടേഷനിലോട്ട് പോകേണ്ടി വരും. ഡീപ്പ് ഫൗണ്ടേഷൻ ആകുമ്പോൾ നമ്മുടെ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ കൂടും. അപ്പോൾ ആ എക്കണോമിക്കൽ ഫൗണ്ടേഷന് വേണ്ടിയിട്ട് ദ സോയിൽ ഷുഡ് ഹാവ് സേഫ് ബിയറിംഗ് കപ്പാസിറ്റി. ഓക്കെ, ഇപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് ഫാക്ടേഴ്സ് ടു ബി കൺസിഡർ ഫോർ സെലക്ടിങ് ദ സൈറ്റ് ഓഫ് ദ ബിൽഡിംഗ്. ഓക്കെ, അടുത്ത് ചോദിച്ചിരിക്കുന്നത് ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഓഫ് ദ ബിൽഡിംഗ്. ഇപ്പോൾ പാർട്സ് ഓഫ് ദ ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ 2 പാർട്ടേ ഉള്ളൂ മെയിനായിട്ട്: സബ്സ്ട്രക്ചർ, സൂപ്പർ സ്ട്രക്ചർ. ഓക്കെ, സബ്സ്ട്രക്ചർ ഓർ ഫൗണ്ടേഷൻ, സൂപ്പർ സ്ട്രക്ചർ. സബ്സ്ട്രക്ചർ എന്ന് പറയുന്നത് ഗ്രൗണ്ട് ലെവലിന് താഴെ ഉള്ളതാണ് സബ്സ്ട്രക്ചർ. ഗ്രൗണ്ട് ലെവലിന് മുകളിലുള്ളത് സൂപ്പർ സ്ട്രക്ചറാണ്. അപ്പം ഗ്രൗണ്ട് ലെവലിന് താഴെ ഉള്ളത് നമ്മുടെ ഫൗണ്ടേഷനും കാണിക്കണം, പിന്നെ ഫുട്ടിങ് കാണിക്കണം. ഓക്കെ, പിന്നെ ഗ്രൗണ്ട് ലെവലിൽ നമ്മൾ നേരിട്ട് വാള് വരും, പിന്നെ വീട്ടിലോട്ട് കയറാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പടി വയ്ക്കത്തില്ലേ, അപ്പോൾ ഇത്രയും പോർഷനാണ് ബേസ്മെൻറ്റ്. ഓക്കെ, ഈ ബേസ്മെൻറ്റിനകത്ത് നമ്മൾ സാൻഡ് ഫില്ലിങ് ചെയ്തിട്ട് ഫ്ലോറിങ്, പിന്നെ ടാമ്പ് പ്രൂഫ് കോഴ്സ്. അപ്പോൾ ഇത് ഫ്ലോറായി. ഓക്കെ, ഇത് ബേസ്മെൻ്റ് ആണ്. അപ്പോൾ ഗ്രൗണ്ട് ലെവലിലേന്ന് വീട്ടിലോട്ട് കയറാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ സ്റ്റെപ്പ് ഇടും. അപ്പോൾ ഇതാണ് പ്ലിന്ത് ലെവൽ. അപ്പോൾ ഈ ലെവൽ നേരെ വരണ്ടേ. അപ്പോൾ ഇത് മൊത്തം ആദ്യം ഒരു ഡെപ്തിന് സാൻഡ് ഇട്ട് കവർ ചെയ്യും. സാൻഡ് ഫില്ലിങ് ചെയ്തിട്ട് പിന്നെ ഫ്ലോറിങ്, അത് ഏത് ഫ്ലോറിങ് ആണെങ്കിലും, മൊസൈക്ക് ഫ്ലോറിങ്ങോ ടൈൽ ഫ്ലോറിങ്ങോ മാർബിൾ ഫ്ലോറിങ്ങോ അത് ചെയ്തിട്ട് പിന്നെ ഡാമ്പ് പ്രൂഫ് ക്രോസ്. ഓക്കെ, പിന്നെ നമ്മുടെ വാൾസ്, വിൻഡോ ഉണ്ടെങ്കിൽ വിൻഡോ, ഡോർ ഉണ്ടെങ്കിൽ ഡോറ് കാണിക്കുക. ഇതാണ് വിൻഡോൻ്റെ റെപ്രസെൻറ്റേഷൻ. ഫുൾ ലെങ്ത്തിന് 2 ലൈൻ ഇടുവാണെങ്കിൽ ദാറ്റ് ഈസ് യുവർ ഡോർ. ഓക്കെ, എല്ലാത്തിനും മേലെ നമ്മൾ ആദ്യം ലിൻറ്റൽ കാണിക്കും. ലിൻറ്റൽ, പിന്നെ ഇത്
സൺഷെയ്ഡ്. പിന്നെ നമുക്ക് വാൾവുണ്ട്, വാളിൻ്റെ മുകളിൽ പിന്നെ സീലിംഗ് കാണിക്കണം, പിന്നെ RCC റൂഫ് സ്ലാബ്, പിന്നെ പാരപ്പെറ്റ് വാൾ, പിന്നെ ഇത് കോപ്പി. ഓക്കെ, സീലിങ്ങിൻ്റെ മേലെ നമ്മൾ എന്ത് ചെയ്യും, വെതറിങ് കോഴ്സ് ഇടും. സോ ദിസ് ഈസ് ദ പാർട്സ് ഓഫ് ദ ബിൽഡിംഗ്. ഓക്കെ, അവർ ഡയഗ്രാം മാത്രമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് പ്രത്യേകിച്ച് ഇത് കാണിക്കണം. ഗ്രൗണ്ട് ലെവലിൽ താഴെ ഉള്ളത് സബ്സ്ട്രക്ചറും ഗ്രൗണ്ട് ലെവലിന് മുകളിലുള്ളത് സൂപ്പർ സ്ട്രക്ചറും കാണിക്കണം. ഗ്രൗണ്ട് ലെവലിൽ താഴെ നമ്മൾ 2 മാത്രമേ കാണിക്കുന്നുള്ളൂ, ഫൗണ്ടേഷനും ഫുട്ടിങ്ങും. അത് ഓരോരോ വാളിൻ്റെ താഴെ എപ്പോഴും ഇടേണ്ടത്. ഓക്കെ, ഇവിടെ ഒന്നും അല്ല, എവിടെയാ വാൾ, പില്ലേഴ്സ്, കോളംസ് ഒക്കെ ഉണ്ടോ അവിടെയൊക്കെ ഫൗണ്ടേഷനും ഫുട്ടിംഗ് ഒക്കെ കൊടുക്കണം. ഓക്കെ, അപ്പോൾ പിന്നെ നമ്മൾ വീട്ടിലോട്ട് കയറാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി പൊക്കത്തിൽ വെച്ചിട്ടാണ് നമ്മൾ വീട് അത് വരത്തുള്ളൂ. അപ്പം കയറാൻ വേണ്ടിയിട്ട് ഇവിടെ സ്റ്റെപ്സ് വയ്ക്കും. പിന്നെ ഈ ഭാഗം നമ്മൾ സാൻഡ് ഫില്ല് ചെയ്തിട്ട് ഫ്ലോറിംഗ് ഇടും, പിന്നെ DPC ഇടും. പിന്നെ വാളിനകത്ത് ഡോർസോ വിൻഡോസോ ഉണ്ടെങ്കിൽ കാണിക്കുക. പിന്നെ എല്ലാ ഡോർസും വിൻഡോസിനും മുകളിൽ നമ്മൾ എന്ത് കാണിക്കണം, ലിൻഡൽ കാണിക്കണം, സൺഷെയ്ഡ് കാണിക്കണം. പിന്നെ കുറച്ചും കൂടി വാൾ കാണിച്ചിട്ട് പിന്നെ റൂഫ്, പിന്നെ വെതറിങ് കോഴ്സ്, ഇത് പാരപ്പെട്ടാണ്. ഇത്രയും നിങ്ങൾ കാണിക്കണം. ഓക്കെ, ഇത് കോമ്പണൻറ്റ് ഓഫ് ദ ബിൽഡിംഗ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ടെസ്റ്റ് ഓൺ ബ്രിക്സ്. ഇപ്പോൾ എന്തൊക്കെയാണ് ടെസ്റ്റ് ഉള്ളതെന്ന് വെച്ചാൽ അബ്സോർപ്ഷൻ, ഹാർഡ്നെസ്, ക്രഷിംഗ് സ്ട്രെങ്ത്, സൗണ്ട്നെസ്, ഷേപ്പ് ആൻഡ് സൈസ്, സ്ട്രക്ചർ, പ്രസൻസ് ഓഫ് സോളിബിൾ സോൾട്ട്സ്. ഇത്രയും ടെസ്റ്റ് ഉണ്ട്. ഈ ടെസ്റ്റ് എന്തൊക്കെയാണുള്ളത് നോക്കാം. ഓക്കെ, അബ്സോർപ്ഷനകത്ത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം ബ്രിക്കിൻ്റെ ഡ്രൈ വെയിറ്റ് എന്താണെന്ന് നോക്കണം. ഓക്കെ, അതിന് വാട്ടറിനകത്ത് 16 hours ഇമ്മേഴ്സ് ചെയ്ത് വയ്ക്കണം. 16 മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെയും അതിൻ്റെ വെയിറ്റ് എടുക്കണം. ഈ 2 വെയിറ്റിൻ്റെ ഡിഫറൻസ് ആണ് amount of water absorbed by the brick. Okay, ഈ വാല്യൂ it should not exceed 20% of the weight of the dry brick. ഇതാണ് അബ്സോർപ്ഷൻ ടെസ്റ്റ്. ഓക്കെ, നമ്മൾ ഒന്നും ചെയ്യുന്നില്ല. ആദ്യം ബ്രിക്ക് എടുക്കുക, അതിൻ്റെ വെയിറ്റ് എടുക്കുക, പിന്നെ 16 hours ഇമ്മേഴ്സ് ചെയ്ത് വയ്ക്കുക, അത് കഴിഞ്ഞിട്ട് വെയിറ്റ് എടുക്കുക, ഇത് രണ്ടിയും മൈനസ് ചെയ്യുക. ആ amount of water it should not exceed 20% of the dry weight ആണ്. ഓക്കെ, ഹാർഡ്നെസ് ടെസ്റ്റ് വെറുതെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അത് വളരെ സിമ്പിളാണ്. നമ്മുടെ ഫിംഗർ നെയിൽ കൊണ്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ സ്ക്രാച്ച് ചെയ്ത് നോക്കിയ സ്ക്രാച്ചസ് മെയ്ഡ് ഓൺ ദ ബ്രിക്ക് സർഫേസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഫിംഗർ നെയിൽ. ഇംപ്രഷൻ ഇല്ലെങ്കിൽ അത് ഹാർഡാണ്, ഇംപ്രഷൻ ഉണ്ടെങ്കിൽ അത് ഹാർഡ് അല്ല എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പോൾ അടുത്ത് ക്രഷിംഗ് സ്ട്രെങ്ത് ആണ്. ഈ ക്രഷിംഗ് സ്ട്രെങ്ത് കംപ്രഷൻ ടെസ്റ്റിംഗ് മെഷീൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ബ്രിക്ക് എടുക്കുക, കംപ്രഷൻ ടെസ്റ്റിംഗ് മെഷീനകത്ത് വയ്ക്കുക, അത് ബ്രേക്ക് ആകുന്ന വരെ നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യണം. ലോഡ് അപ്ലൈ ചെയ്തിട്ട് കാൽക്കുലേഷൻ ചെയ്യുക. ലോഡ് ഡിവൈഡഡ് ബൈ ഏരിയ വിൽ ഗിവ് യു വാട്ട് ഈസ് ദ ക്രഷിംഗ് സ്ട്രെങ്ത്. ഓക്കെ, അത് മിനിമം ക്രഷിംഗ് സ്ട്രെങ്ത് is 3.5 Newton/mm². ഓക്കെ, ക്ലാസ് എ ബ്രിക്ക് ആണെങ്കിൽ ഇത്രയെങ്കിലും വേണം. ക്ലാസ് എ ബ്രിക്ക് ആണെങ്കിൽ ഇറ്റ് വിൽ ബി എബോവ് 14 Newton/mm² ആണ്. ഓക്കെ, സൗണ്ട്നെസ് ടെസ്റ്റ് എന്ന് പറയുന്നത് എന്തുവാണെന്ന് വെച്ചാൽ 2 ബ്രിക്ക് എടുത്ത് അത് ഇങ്ങനെ ഇടിച്ചു നോക്കുക. 2 ബ്രിക്ക് എടുത്തിട്ട് ഇടിച്ചു നോക്കുക. ഇടിക്കുമ്പോൾ ബ്രേക്ക് ആകാൻ പാടില്ല. ഇറ്റ് ഷുഡ് നോട്ട് ബ്രേക്ക്. പകരം അതെന്ത് ചെയ്യണം? ഇറ്റ് ഷുഡ് ഗിവ് എ ക്ലിയർ റിംഗിങ് സൗണ്ട്. ഇത് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? വീട്ടിൽ എന്തെങ്കിലും 2 ബ്രിക്ക് ഉണ്ടെങ്കിൽ എടുത്ത് അങ്ങനെ ഇടിച്ചു നോക്കുക. അത് ബ്രേക്ക് ആകുന്നുണ്ടോ അല്ലെങ്കിൽ ക്ലിയർ റിംഗിങ് സൗണ്ട് ഉണ്ടോ നോക്കുക. അപ്പോൾ ഇങ്ങനെ അടുത്ത ഷേപ്പ് ആൻഡ് സൈസ് എന്ന് പറയുന്നത് 20 ബ്രിക്ക് ഓഫ് സ്റ്റാൻഡേർഡ് സൈസ്. ഓക്കെ, 20 ബ്രിക്ക് ഓഫ് സ്റ്റാൻഡേർഡ് സൈസ്. എന്താ സ്റ്റാൻഡേർഡ് സൈസ്? 190 × 90 × 90 mm.
ഓക്കെ 190 യൂണിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 190 ഇൻറ്റു 90 ഇൻറ്റു 90 mm സ്റ്റാൻഡേർഡ് സൈസിലുള്ള 20 ബ്രിക്ക് എടുക്കുക. റാൻഡംലി സെലക്ട് ചെയ്യണം. ഓക്കെ, അതാണ് സെലക്റ്റഡ് അറ്റ് റാൻഡം. റാൻഡംലി സെലക്ട് ചെയ്തിട്ട് അത് ലെങ്ത് വൈസ് സ്റ്റാക്ക് ചെയ്യുക, വിത്ത് വൈസ് സ്റ്റാക്ക് ചെയ്യുക, ഹൈറ്റ് വൈസ്. അതായത് ലെങ്ത് വൈസ് എന്ന് വെച്ചാൽ ഇങ്ങനെ ലെങ്ത് ഇങ്ങനെ വെച്ച് എടുക്കുക. അതായത് 190 190 190 190. ഓക്കെ, വിത്ത് വൈസ് എന്ന് വെച്ചാൽ 90 90 90 90 ഇങ്ങനെ വിത്ത് വൈസ്. ഓക്കെ, ഹൈറ്റ് വൈസ് എന്ന് വെച്ചാൽ ഇങ്ങനെ 90 90 90 90 ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വെക്കണം. ഓക്കെ, സ്റ്റാക്ക് ചെയ്ത് വെക്കുമ്പോൾ അതിന് നമ്മൾ ഗുഡ് ക്വാളിറ്റി ബ്രിക്ക് ആണെങ്കിൽ, കറക്റ്റാன സൈസിനുണ്ടെങ്കിൽ ഈ ലിമിറ്റിനകത്ത് അത് നിൽക്കും. അതായത് 190 ഇൻറ്റു 20 ഇടുമ്പോൾ എത്രയാണ് വരുന്നത്? 190 ഇൻറ്റു 20 3800 mm അല്ലേ? ഇതിന് -1 പ്ലസ് ആർ മൈനസ് 120 എടുക്കുമ്പോൾ നിങ്ങൾക്ക് 3680 3920 വരും. പ്ലസ് ആർ മൈനസ് നമുക്ക് വേണ്ടത് 3800 mm ആണ്. 20 ബ്രിക്ക് നിങ്ങൾ ലെങ്ത് വൈസ് വെക്കുമ്പോൾ ഉള്ള ടോട്ടൽ ലെങ്ത് ഇത്രയാണ് വരുന്നത്. പ്ലസ് ആർ മൈനസ് 120 ഇട്ടിട്ടാണ് ഈ ലെങ്ത്തിനകത്ത് വരുവാണെങ്കിൽ ദാറ്റ് ഈസ് എ ഗുഡ് ബ്രിക്ക് ആണ് അങ്ങനെ അവർ പറയുന്നത് ലിമിറ്റ്. ഓക്കെ, അതുപോലെ തന്നെ വിത്ത് പ്ലസ് ആർ മൈനസ് 60, ഹൈറ്റും അതുപോലെ തന്നെ പ്ലസ് ആർ മൈനസ് 60 mm. ഓക്കെ ഓക്കെ, അപ്പോൾ അങ്ങനെ പ്ലസ് ആർ മൈനസിനകത്ത് നമ്മൾ വയ്ക്കുമ്പോൾ നമുക്ക് ടോട്ടൽ ലെങ്ത് അതിനകത്ത് വരുവാണെങ്കിൽ, ഈ റേഞ്ചിനകത്ത് വരുവാണെങ്കിൽ അതെല്ലാം ഗുഡ് ബ്രിക്സ് ആണ്. ഓക്കെ, സ്ട്രക്ചർ. ഈ സ്ട്രക്ചർ എന്തുവാണെന്ന് വെച്ചാൽ ബ്രിക്ക് എടുത്ത് പൊട്ടിക്കുക. എ ബ്രിക്ക് ഇസ് ബ്രോക്കൺ ആൻഡ് എ സ്ട്രക്ചർ ഇസ് എക്സാമൈൻ. അതൊന്ന് ഉത്തു നോക്കുക. ഇറ്റ് ഷുഡ് ബി ഹോമോജീനിയസ്, കോമ്പാക്ട് ആൻഡ് ഫ്രീ ഫ്രം ഡിഫക്ട്സ് സച്ച് എസ് ലംസ്, ഹോൾസ് എക്സെട്ര. അതിനകത്ത് ലംപോ ഹോളോ ഉണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ ആ സ്ട്രക്ചർ നല്ലതല്ല, ആ ബ്രിക്ക് കൊള്ളത്തില്ല. ഓക്കെ, അതാണ് അവർ പറയുന്നത്. പിന്നെ അവസാനമായിട്ട് പ്രസൻസ് ഓഫ് സോളിബിൾ സോൾട്ട്സ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ പ്രസൻസ് ഓഫ് സോളിബിൾ സോൾട്ട്സ് എന്ന് പറയുന്നത്, ഇത് ബ്രിക്കിനകത്ത് എന്തെങ്കിലും സോളിബിൾ സോൾട്ട് ഉണ്ടെങ്കിൽ ആ പോറസ് മീഡിയനകത്ത് പുറത്ത് വന്ന് ഒരു വൈറ്റ് പാച്ചസോ ഗ്രേ പാച്ചസോ അല്ലെങ്കിൽ യെല്ലോയിസ് പാച്ചസോ അങ്ങനെ ബ്രിക്കിൻ്റെ മുകളിൽ അങ്ങനെ വരും. അത് പൗഡറി ഫാം ആയിരിക്കാം, അല്ലെങ്കിൽ ഫ്ലഫി ആയിട്ട് അങ്ങനെ വരാം. അപ്പം വിൽ കോസ് എഫ്ലൂറസൻസ് ഓൺ ദ സർഫേസ് ഓഫ് ദ ബ്രിക്ക്. ഈ എഫ്ലോറസൻസ് എന്നാണ് ഞാൻ പറഞ്ഞത് വൈറ്റ് ഓർ ഗ്രേ കളർ, ഗ്രേ പാച്ചസ് ഓൺ ദ ബ്രിക്ക്. ബ്രിക്കിൻ്റെ മുകളിൽ വൈറ്റ് പാച്ചസോ ഗ്രേ പാച്ചസോ അങ്ങനെ വരുവാണെങ്കിൽ അതാണ് നമ്മുടെ എഫ്ലൂറസൻസ് എന്ന് പറയുന്നത്. ആ ഫൈൻഡിങ് அந்த എഫ്ലൂറസൻസ് ഉണ്ടോയെന്ന് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാന്ന് വെച്ചാൽ, ദ ബ്രിക്സ് ആർ ഇമേഴ്സ്ഡ് ഇൻ വാട്ടർ ഫോർ 24 hours. ഓക്കെ, 24 hours കഴിഞ്ഞിട്ട് അതിനെ എടുത്ത് ഡ്രൈ ചെയ്യുക. ഓക്കെ, അത് ഡ്രൈ ചെയ്യുക. ആബ്സെൻസ് ഓഫ് വൈറ്റ് ഓർ ഗ്രേ ഡെപ്പോസിറ്റ്സ് ഓൺ ദ സർഫേസ് ഇൻഡിക്കേറ്റ്സ് ആബ്സെൻസ് ഓഫ് സോളിബിൾ സോൾട്ട്സ്. ഇൻ കേസ് ഈ വൈറ്റ് ഓർ ഗ്രേ ഡെപ്പോസിറ്റ്സ് ഉണ്ടെങ്കിൽ അത് എത്രത്തോളം ഉണ്ട് ആ പെർസെൻറ്റേജ്, ആ സർഫേസിനകത്ത് ചെറിയ ഉള്ളോ അല്ലെങ്കിൽ ഒത്തിരി ഉണ്ടോ അതിനനുസരിച്ച്, പെർസെൻറ്റേജിനനുസരിച്ച് ആ കണ്ടീഷൻ എങ്ങനെയാണുള്ളത് നമുക്ക് പറയാം. 10% ആണെങ്കിൽ സ്ലൈറ്റ്ലി എഫ്ലൂറസൻസാണ്, 50% ആണെങ്കിൽ മോഡറേറ്റാണ്, മോർ ദാൻ 50% ആണെങ്കിൽ സീരീസ് കണ്ടീഷനാണ്. ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പം എന്തൊക്കെയാണ് നമ്മൾ ടെസ്റ്റ് ആൻഡ് ബ്രിക്സ് നോക്കിയത്? അബ്സോർപ്ഷൻ ടെസ്റ്റ് കണ്ടു, ഹാർഡ്നെസ് ടെസ്റ്റ് കണ്ടു, ക്രഷിംഗ് സ്ട്രെങ്ത് കണ്ടു, ഷേപ്പ് ആൻഡ് സൈസ് കണ്ടു അല്ലേ, സ്ട്രക്ചർ കണ്ടു, പ്രസൻസ് ഓഫ് സോളിബിൾ സോൾട്ട്സ് കണ്ടു. ഓക്കെ, വേറെ എന്തൊക്കെയാണ് കണ്ടത്? ഷേപ്പ് ആൻഡ് സൈസ്, സ്ട്രക്ചർ, സൗണ്ട്നെസ്, ക്രഷിംഗ് സ്ട്രെങ്ത്തും സൗണ്ട്നെസ്. അപ്പോൾ ഇത്രയുമാണ് ടെസ്റ്റ് ആൻഡ് ബ്രിക്സ്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ ക്വാളിറ്റീസ് ഓഫ് ബ്രിക്സിനകത്തും ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ എഴുതാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ടൈപ്സ് ഓഫ് സ്റ്റീൽ സെക്ഷൻസ് ആൻഡ് സ്റ്റീൽ റെയിൻഫോഴ്സ്മെൻറ്റ്സ്. ഇത്രയുമാണ് ഉള്ളത്. ആംഗിൾ സെക്ഷൻസ്. ആംഗിൾ സെക്ഷൻസ് എന്ന് വെച്ചാൽ ഇങ്ങനെ ഇരിക്കുന്നത് ആംഗിൾ. ചാനൽ സെക്ഷൻസ് എന്ന് വെച്ചാൽ സി, അപ്പം സി ആണ്. ഐ, ഇത് ഐ സെക്ഷനാണ്.
ഇത് ടി, ഇത് ടി സെക്ഷനാണ്. കോറിഗേറ്റഡ്, ഇങ്ങനെ വളഞ്ഞ് ആസ്ബെസ്റ്റാസ് ഇല്ലേ അതുപോലെ ഇരിക്കുന്നത്. എക്സ്പാൻഡഡ് മെറ്റൽ, ഇങ്ങനെ ഒരു മെറ്റൽ ഷീറ്റ് പോലെ കാണുന്നത്. പ്ലേറ്റ് അറിയാം. റിബ്ഡ് ബാർസ് എന്ന് വെച്ചാൽ ഈ ബാറിനകത്ത് ഇങ്ങനെ, അപ്പം അത് അങ്ങനെ മുകളിൽ ഒരു പ്രൊജക്ഷൻ കാണാം. റൗണ്ട് ബാർസ്, പ്ലെയിൻ ബാർസ്, സ്ക്വയർ ബാർസ്, TMT ബാർസ്, കോൾ ട്വിസ്റ്റഡ് ബാർസ്, ഇത്രയുമാണ്. ഇതൊക്കെ റെയിൻഫോഴ്സ്മെൻ്റ് ആണ്. ഇതൊക്കെ സ്റ്റീൽ സെക്ഷൻസ് ആണ്. ഇതൊക്കെ റെയിൻഫോഴ്സ്മെൻ്റ് ആണ്. അപ്പം ടൈപ്സ് ഓഫ് സ്റ്റീൽ സെക്ഷൻ ആൻഡ് സ്റ്റീൽ റെയിൻഫോഴ്സ്മെൻറ്റ്. ഓക്കെ, അപ്പം ആംഗിൾ സെക്ഷനാണ് ആദ്യം നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, ആംഗിൾ സെക്ഷൻ. ആംഗിൾ സെക്ഷൻസ് മേ ബി ഈക്വൽ ലെഗ് ഓർ അൺഈക്വൽ ലെഗ്സ്. ഈക്വൽ ലെഗ് അൺഈക്വൽ ലെഗ്സ് എന്ന് വെച്ചാൽ ഈ പടം നോക്ക്. ഈ പടത്തിനകത്ത് കണ്ടിട്ട് എന്തെങ്കിലും ഒരു ഡിഫറൻസ് കാണുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ട്. എന്താ? ഇവിടെയും 100 mm ആണ്, ഇവിടെയും 100 mm ആണ്. അപ്പോൾ ഇത് ഈക്വൽ ആണ്. ഇവിടെ 90 ആണ്, ഇവിടെ 60 ആണ്. ഇത് അൺഈക്വൽ ആണ്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഈക്വൽ ലെഗ് ആയിരിക്കാം അല്ലെങ്കിൽ അൺഈക്വൽ ലെഗ് ആയിരിക്കാം. ഓക്കെ, അതിൻ്റെ സൈസാണ് വേരി ആകുന്നത്. 20 × 20 × 3. ഈ 3 എന്ന് പറയുന്നത് തിക്നെസ് ആണ്. 20 × 20 × 3 200 × 200 × 25 mm വരെ സൈസ് വേരി ആകുന്നുണ്ട്. ഇത് ഈക്വൽ സെക്ഷൻ. അൺഈക്വൽ ആണെങ്കിൽ 30 × 20 × 3 mm to 200 × 150 × 18 mm വരെ പോകും. ഓക്കെ, ഇത് എവിടേക്കാണ് അവർ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്റ്റീൽ റൂഫ് സ്ട്രെസ്സസ്, ഫില്ലർ ജോയിസ്റ്റ് ഫ്ലോർസിനകത്ത്. ഈ ആംഗിൾ സെക്ഷൻസ് ഒക്കെ മിക്കവാറും എല്ലാം ഈ പോയിന്റ് തന്നെയായിരിക്കും കേട്ടോ. യൂസ്ഡ് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് സ്റ്റീൽ റൂഫ് ട്രസ്സസ് എന്തായാലും കാണും. ഓക്കെ, എല്ലാ ട്രസ്സിനകത്തും, സ്റ്റീൽ ട്രസ്സിനകത്ത് ഈ ആംഗിൾ സെക്ഷൻസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ആംഗിൾ സെക്ഷൻസ് ഈക്വൽ ലെഗ് അൺഈക്വൽ ലെഗ് ഉണ്ട്. ഓക്കെ, ഈ പടം വരയ്ക്കുക. നിങ്ങൾ എന്തെങ്കിലും ഒരു ഡയമെൻഷൻസ് ഈക്വൽ ലെഗ് ആണെങ്കിൽ രണ്ടും സെയിം ആയിരിക്കണം. ഈ 100 തന്നെ കൊടുക്കണമെന്നില്ല. നിങ്ങൾക്ക് 150 ഇഷ്ടമുള്ള ഒരു നമ്പർ, 20 തൊട്ട് 200 വരെ ഉള്ള നമ്പർ, എന്തെങ്കിലും ഒരു നമ്പർ ഇട്ടോ. ഓക്കെ, അത് എങ്ങനെയാണ് അവർ റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ 2 ഡയമെൻഷൻ, അതിൻ്റെ തിക്നെസ്, അങ്ങനെയാണ് അവർ ചെയ്യുന്നത്. ഓക്കെ, എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഇറ്റ്സ് യൂസ്ഡ് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് സ്റ്റീൽ റൂഫ്. ഓക്കെ, അടുത്ത ചാനൽ സെക്ഷൻസ്. ചാനൽ സെക്ഷന് നേരത്തെ പറഞ്ഞതുപോലെ സി. ഓക്കെ, ചാനൽ സെക്ഷൻ കൺസിസ്റ്റ് ഓഫ് എ വെബ് വിത്ത് 2 ഈക്വൽ ഫ്ലാഞ്ചസ്. ഈ ഭാഗമാണ് നമ്മൾ വെബ് എന്ന് പറയുന്നത്. അവിടെ എഴുതിയിട്ടില്ലേ? ഇതാണ് വെബ്, ഇത് ഫ്ലാഞ്ചാണ്, ഇതും ഫ്ലാഞ്ചാണ്. ഓക്കെ, ഇത് വെബാണ്, ഇത് ഫ്ലാഞ്ച്, ഇത് ഫ്ലാഞ്ചാണ്. അപ്പോൾ 2 ഫ്ലാഞ്ചും ആ 2 ഫ്ലാഞ്ച് കണക്ട് ചെയ്യുന്നത് വെബാണ്. ഓക്കെ, ഇറ്റ് ഈസ് ഡിസിഗ്നേറ്റഡ് ബൈ ദ ഹൈറ്റ് ഓഫ് വെബ് ആൻഡ് വിത്ത് ഓഫ് ദ ഫ്ലാഞ്ച്. അപ്പം ഇതിനകത്ത് കാണിക്കുന്നത് ഈ 300 എന്ന് പറയുന്നത് വെബിൻ്റെ ഹൈറ്റും 100 എന്ന് പറയുന്നത് ഫ്ലാഞ്ചിൻ്റെ വിത്തുമാണ്. ഇവിടെ തിക്നെസ് വരത്തില്ല. മനസ്സിലായോ? നേരത്തെ നമ്മൾ ഏത് സെക്ഷനാണ്? എൽ സെക്ഷൻ, അതായത് ആംഗിൾ സെക്ഷൻ കണ്ടില്ലേ? ആംഗിൾ സെക്ഷനകത്ത് ഇവിടെ ഈ ഡയമെൻഷൻ ഉണ്ടായിരുന്നു, ഈ ഡയമെൻഷൻ ഉണ്ടായിരുന്നു, പിന്നെ അതിൻ്റെ തിക്നെസ്സും ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനകത്ത് തിക്നെസ് വരത്തില്ല. അത് ഒന്ന് ഓർത്തെടുക്കണം കേട്ടോ. വെബിൻ്റെ ഹൈറ്റും ഫ്ലാഞ്ചിൻ്റെ വിത്തുമാണ് അവർ കാണിക്കുന്നത്. വൈഡ്ലി യൂസ്ഡ് ഇൻ ദ സ്ട്രക്ചറൽ മെമ്പേഴ്സ് ഓഫ് ദ സ്റ്റീൽ ഫ്രെയിം സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ ട്രസ്. ഓക്കെ, ഈ പോയിന്റ് എല്ലാത്തിനും കോമൺ ആയിരിക്കും. ഓക്കെ, സൈസ് വേരീസ് ഫ്രം 100 to 400, 45 to 100. ഓക്കെ, അടുത്ത് ഐ സെക്ഷൻ. ഐ സെക്ഷന് വേറൊരു പേരാണ് റോൾഡ് സ്റ്റീൽ ജോയിസ്റ്റ് ഓർ ബീംസിനുള്ള പേരുണ്ട്. ഓക്കെ, RSJ, റോൾഡ് സ്റ്റീൽ ജോയിസ്റ്റ് ഓർ ബീം. റോൾ സ്റ്റീൽ ബീം എന്നും പറയാം, റോൾ സ്റ്റീൽ ജോയിസ്റ്റ് എന്നും പറയാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇതൊരു ഫ്ലാഞ്ചാണ്, ഇതൊരു ഫ്ലാഞ്ചാണ്, ഇതൊരു വെബാണ്. ഓക്കെ, കൺസിസ്റ്റ് ഓഫ് 2 ഫ്ലാഞ്ചസ് കണക്റ്റഡ് ബൈ ദ വെബ്. ഓക്കെ, ഇത് എങ്ങനെയാണ് ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്? മറ്റേ ചാനൽ സെക്ഷൻ പോലെ തന്നെ അതിൻ്റെ വെബും അതിൻ്റെ ഫ്ലാഞ്ചിൻ്റെ വിത്തും. ഓക്കെ, 300 × 150. 300 എന്ന് പറയുന്നത് ഓവറോൾ ഡെപ്ത് ഓഫ് ദി വെബാണ്.
അപ്പം ഇവിടെ തൊട്ട് ഇവിടെ വരെ അല്ല, ഓവറോൾ ഡെപ്ത് ആണ്. ഓവറോൾ ഡെപ്ത് അത് എഴുതണം. ഓക്കെ, ഓവറോൾ ഡെപ്ത് ആൻഡ് വിഡ്ത്ത് ഓഫ് ദി ഫ്ലാഞ്ച്. ഓക്കെ, ഇത് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? suitable for floor beams, lintels, columns. അങ്ങനെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ടി സെക്ഷൻ ആണ്. അത് ടി സെക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ the shape of this section is like the letter, alphabet letter T. Consists of flange and web, designated by the overall dimension and thickness. 100 into 100 into 10. അപ്പോൾ ആംഗിൾ സെക്ഷനും ടി സെക്ഷനും ആണ് മൂന്നും വരുന്നത്, തിക്നെസ്സും ഇൻക്ലൂഡ് ചെയ്ത് വരുന്നത്. ഓക്കെ, ചാനൽ സെക്ഷനും ഐ സെക്ഷനും തിക്നെസ് വരത്തില്ല. ഓക്കെ, ഡെസിഗ്നേഷനകത്ത് തിക്നെസ് വരത്തില്ല, ഇവിടെ തിക്നെസ് ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, എൽ സെക്ഷനിലും ടി സെക്ഷനിലും തിക്നെസ് ഉണ്ട്, ഇവിടെ ഇല്ല. ഓക്കെ, ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ സ്റ്റീൽ റൂഫ് ട്രസ്സിനകത്ത് യൂസ് ചെയ്യുന്നത്. ഈ കോറിഗേറ്റഡ് സീറ്റ്സ് എന്ന് പറയുന്നത് വൈഡ്ലി യൂസ്ഡ് ഫോർ റൂഫ് കവറിങ്. അതെല്ലാവർക്കും അറിയാലോ. ഇറ്റ്സ് യൂസ്ഡ് ഫോർ റൂഫ് കവറിങ്, റെഫേർഡ് ആസ് GI സീറ്റ്സ് അല്ലെങ്കിൽ ഗാൽവനൈസ്ഡ് അയൺ ഷീറ്റ്സിനും നമുക്ക് റെഫർ ചെയ്യാം. എങ്ങനെയാണ് അത് ഫോം ആകുന്നത് വെച്ചാൽ, ഫോം ബൈ പാസിങ് എ സ്റ്റീൽ സീറ്റ്സ് ത്രൂ ഗ്രൂവ്സ്. പിന്നെ ആ ഗ്രൂവ്സ് ബെൻഡ് ചെയ്ത് പ്രസ് ചെയ്യുമ്പോഴാണ് നമുക്ക് കോറിഗേഷൻസ് വന്ന് കോറിഗേറ്റഡ് ഷീറ്റ്സ് ആയിട്ട് മാറുന്നത്. ഓക്കെ, എക്സ്പാൻഡഡ് മെറ്റൽ എന്ന് പറയുന്നത് യൂസ്ഡ് ഫോർ റെയിൻഫോഴ്സിങ് കോൺക്രീറ്റ് ഇൻ ഫൗണ്ടേഷൻസ്, റോഡ്സ്, ഫ്ലോർസ് ആൻഡ് ബ്രിഡ്ജസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് എങ്ങനെയാണ് അവർ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇറ്റ്സ് പ്രിപ്പയർഡ് ഫ്രം ദ ഷീറ്റ്സ് ഓഫ് മൈൽഡ് സ്റ്റീൽ വിച്ച് ആർ മെഷീൻ കട്ട് ആൻഡ് ഡ്രോ ഡൗൺ ഓർ എക്സ്പാൻഡഡ്. മൈൽഡ് സ്റ്റീൽ അങ്ങ് മെഷീൻ കട്ട് ചെയ്തിട്ട് വരുമ്പോഴാണ് നമുക്ക് എക്സ്പാൻഡഡ് മെറ്റൽ വരുന്നത്. ഓക്കെ, അടുത്ത പ്ലേറ്റ്സ് യൂസ്ഡ് മെയിൻലി ടു കണക്ട് ദ സ്റ്റീൽ ബീംസ് ഫോർ ദ എക്സ്റ്റൻഷൻ ഓഫ് ലെങ്ത്. സ്റ്റീൽ ബീംസ് ലെങ്തിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് യൂസ് ചെയ്യുന്നതാണ് പ്ലേറ്റ്സ്. അല്ലെങ്കിൽ ടെൻഷണൽ മെമ്പേഴ്സ് ഓഫ് സ്റ്റീൽ റൂഫ് ട്രസ്സിനകത്ത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബിൽട്ടപ്പ് സെക്ഷൻ ഓഫ് എ സ്റ്റീൽക്ക് യൂസ് ചെയ്യാം. അടുത്തുള്ളത് റിബ്ഡ് ബാർസ് അല്ലെങ്കിൽ HYSD ആണ്. ഈ HYSD എന്ന് പറയുന്നത് ഹൈ ഈൽഡ് സ്ട്രെങ്ത് ഡിഫോംഡ് ബാർസ് ആണ്. അപ്പം ഇത് പ്രത്യേകിച്ച് എന്തുവാണെന്ന് വെച്ചാൽ, ദ ബാർ ഹാവ് എ റിബ്സ് ഓൺ ദിയർ സർഫേസ് ആൻഡ് ദേ ആർ പ്രൊഡ്യൂസ്ഡ് ബൈ കൺട്രോൾഡ് കോൾഡ് ട്വിസ്റ്റിംഗ് ഓഫ് ഹോട്ട് റോൾഡ് ബാർസ്. ഓക്കെ, ഈ ഹോട്ട് റോൾഡ് ബാർസ് നമ്മൾ കോൾഡ് ട്വിസ്റ്റിംഗ് ചെയ്യുമ്പോഴാണ് ആ റിബ്സ് ഈ സർഫേസിനകത്ത്, ആ ബാറിൻ്റെ സർഫേസിനകത്ത് വരുന്നത്. അത് ചെയ്യുന്നത് കൊണ്ട് സ്ട്രെങ്ത് കുറച്ചും കൂടി ഇൻക്രീസ് ആവും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം ഇത് എവിടേക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ, പ്രത്യേകിച്ച് എല്ലാ RCC സ്ട്രക്ചേഴ്സിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. റെയിൻഫോഴ്സ്മെൻറ്റ് ഇൻ കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് സച്ചസ് ബിൽഡിങ്സ്, ബ്രിഡ്ജസ്, ഡോക്സ്, ഹാർബേഴ്സ്, റോഡ്, പ്രീകാസ്റ്റ് കോൺക്രീറ്റ് വർക്ക്സ്, ഫൗണ്ടേഷൻ, എല്ലാത്തിനകത്ത് ഇത് HYSD ബാർസ് നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, റൗണ്ട് ബാർസ് പേരിൽ നിന്ന് അറിയാം, ഇറ്റ് വിൽ ബി ഹാവ് ദ സർക്കുലർ ക്രോസ് സെക്ഷൻ. അതിൻ്റെ സൈസ് വേരി ചെയ്യുന്നത് 5 mm to 220 mm. ഇതും സെയിം ആണ് കേട്ടോ, സൈസ് സെയിം ആണ്. ഇത് സർക്കുലറാണ്, ഇത് സ്ക്വയർ ആണ്. കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സിനകത്ത് യൂസ് ചെയ്യുന്നത്, ഇതും കോൺക്രീറ്റ് സ്ട്രക്ചറിനകത്ത് പ്രത്യേകിച്ച് ഗ്രിൽ വർക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് സ്ക്വയർ ബാർസ്. ഓക്കെ, വിൻഡോസോ ഗേറ്റ്സിനോ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് സ്ക്വയർ ബാർസ്. ഓക്കെ, അടുത്തുള്ളത് TMT ബാർസ്, CTD ബാർസ്. ഈ TMT ബാർസ് എന്ന് പറയുന്നത് ഹൈ സ്ട്രെങ്ത് റെയിൻഫോഴ്സ്മെൻറ്റ് ബാർസ് ഹാവ് എ ടഫ് ഔട്ടർ കോർ വിത്ത് സോഫ്റ്റ് ഇന്നർ കോറും. ഓക്കെ, സോഫ്റ്റ് ഇന്നർ കോറും ടഫ് ഔട്ടർ കോറും ഉള്ളതാണ് TMT ബാർസ്. കൺസ്ട്രക്ഷൻ ഓഫ് റെയിൻഫോഴ്സ്ഡ് കോൺക്രീറ്റിലെ എല്ലാ RCC വർക്ക്സിനകത്ത് യൂസ് ചെയ്യുന്നത്. പ്ലസ് എർത്ത് റെസിസ്റ്റ് ചെയ്യാനുള്ളത് കൂടുതലുള്ളത് കൊണ്ട് പ്രൊട്ടക്റ്റ് അഗെയിൻസ്റ്റ് എർത്ത് ക്വേക്ക് ആൻഡ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. അപ്പോൾ ആ ഭാഗത്തിൽ ഉള്ളതാണെങ്കിൽ നമുക്ക് TMT ബാർസ് നമുക്ക് യൂസ് ചെയ്യാം. ഈ 3 ഗ്രേഡിലാണ് വരുന്നത്, FE 415, FE 500, FE 550.
നമ്മൾ കുറേ അഡ്വർടൈസ്മെൻറ്റിനകത്ത് TMT ബാർസിന് കേട്ടിട്ടില്ലേ, അതാണ് ഇത്. ഓക്കെ, കോൾ ട്വിസ്റ്റഡ് ഡിഫോംഡ് ബാർസ്, ഇതിന് ടോർ സ്റ്റീൽ എന്നും പറയാം. ഇതാണ് ആദ്യം ഇന്ത്യനകത്ത് 1960 കണ്ടുപിടിച്ച ഹൈ സ്ട്രെങ്ത് സ്റ്റീൽ ബാർസ് ആണ്. ഓക്കെ, എല്ലാ RC സ്ട്രക്ചേഴ്സിലെയും അവർ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്തുള്ളത് 8B വർക്കബിലിറ്റി ഓഫ് കോൺക്രീറ്റ്. ഇപ്പോൾ ഈ വർക്കബിലിറ്റി ഓഫ് കോൺക്രീറ്റ് കണ്ടുപിടിക്കാൻ എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുന്നുള്ള ക്വസ്റ്റ്യനാണ് ചോദിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ സ്ലം കോൺ ടെസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫ്ലോ ടേബിൾ ടെസ്റ്റ് ആയിരിക്കാം, കോമ്പാക്ഷൻ ഫാക്ടർ ടെസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ VB കൺസിസ്റ്റോമീറ്റർ ടെസ്റ്റ് ആയിരിക്കാം. അപ്പം നമ്മൾ ഒരെണ്ണത്തിന് നമ്മൾ പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുക സ്ലം കോൺ ടെസ്റ്റ്. ഈ സ്ലം കോൺ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നമുക്ക് മെറ്റീരിയൽസ് വേണമെന്ന് വെച്ചാൽ, ഓബ്വിയസ്ലി സ്ലം കോൺ വേണം, പിന്നെ ഒരു ടാമ്പിംഗ് റോഡ് വേണം, പിന്നെ അത് ആ സ്ലംപ് മെഷർ ചെയ്യാൻ ഒരു മെഷറിംഗ് സ്റ്റിക്ക് വേണം. ഓക്കെ, അപ്പം അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ നല്ല ഒരു ഗ്രിപ്പാன പൊസിഷനിൽ ഇരുന്നിട്ട് കോൺക്രീറ്റ് ഇതിനകത്ത് ഇടണം. ഓക്കെ, ഇട്ടിട്ട് ഈ ടാമ്പിംഗ് റോഡ് വെച്ച് നല്ലോണം ഇടിക്കണം. ആ സ്ട്രോക്ക് 20 to 30 ഇരിക്കണം. പിന്നെ ഒരു ക്വാർട്ടർ പൊസിഷൻ നല്ലോണം ടാമ്പ് ചെയ്തിട്ട് അടുത്ത ലെയർ ഇടണം. നല്ല സ്ട്രോക്ക് 20 to 30 സ്ട്രോക്ക് കൊടുക്കണം. പിന്നെ അതിനരച്ച് പിന്നെയും നല്ല സ്ട്രോക്ക് കൊടുക്കണം. കൊടുത്തിട്ട് മുകളിലുള്ള ഭാഗം വലിച്ചെടുക്കണം. എടുത്തിട്ട് ഈ കോണ് മുകളിലോട്ട് പൊക്കണം. ഓക്കെ, പൊക്കി താഴോട്ട് വെച്ചിട്ട് ഈ ലെവലില്ലേ, ഇത് താഴോട്ട് പോകത്തില്ലേ, അപ്പം ഇത്രയും ഡിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്യണം. ഇതാണ് സ്ലംപ്. അപ്പോൾ ഈ വാല്യൂ വെച്ചിട്ട് ആ കോൺക്രീറ്റ് മിക്സ് എങ്ങനെയാണുള്ളത് നമുക്ക് പറയാം. ഇത്രയേ ഉള്ളൂ ടെസ്റ്റ്. ഓക്കെ, അപ്പോൾ ആദ്യം നല്ല ഗ്രിപ്പ് പൊസിഷനിൽ ഫ്ലാറ്റ് ലെവലിൽ നിന്നിട്ട് ഈ കോൺ വെക്കുക. കോണിനകത്ത് കോൺക്രീറ്റ് ഇട്ടിട്ട് ഒരു ക്വാർട്ടർ ഹൈറ്റിന് ഇട്ടിട്ട് ആ ടാമ്പിംഗ് റോഡ് വെച്ചിട്ട് നല്ലോണം ടാമ്പ് ചെയ്യണം. ഓക്കെ, അത് 20 to 30 സ്ട്രോക്സ് കൊടുക്കണം. പിന്നെ അടുത്ത് ഫില്ല് ചെയ്യുക, 20 to 30 സ്ട്രോക്സ് കൊടുക്കുക. പിന്നെ അതിനിറച്ചിയും കൊടുത്തിട്ട് 20 to 30 സ്ട്രോക്സ് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ബാക്കി ടോപ്പ് ലെയറിൽ സമപ്പെടുത്തണം, ലെവലാക്കിയിട്ട് സ്ലം കോണ് എടുക്കുമ്പോൾ ജെൻറ്റിലായിട്ട് റിമൂവ് ചെയ്യണം കേട്ടോ. ജെൻറ്റിലായിട്ട് മുകളിലോട്ട് പൊക്കിയിട്ട് അത് താഴോട്ട് വെച്ചിട്ട് ഈ ലെവലും ഈ കോൺക്രീറ്റ് താഴോട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ ഡിസ്റ്റൻസ് ഇല്ലേ, ഇതാണ് നമ്മുടെ സ്ലംപ്. അപ്പോൾ അവിടെ ഒന്നുമില്ല, ഇത് ഇങ്ങനെ തന്നെ നിൽക്കുവാന്ന് വെച്ചാൽ സ്റ്റിഫ് ആൻഡ് എക്സ്ട്രാ സ്റ്റിഫ് മിക്സ് ആണ്. ഓക്കെ, ഈ ഡിസ്റ്റൻസ് 10 to 30 mm ആണെങ്കിൽ പ്യുവർലി മൊബൈൽ മിക്സ് ആണ്. 40 to 150 ആണെങ്കിൽ മൊബൈൽ മിക്സ് ആണ്. ഓവർ 150 ആണ് കാസ്റ്റ് മിക്സ് ആണ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ സ്ലം കോൺ ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ KTU വെബ്സൈറ്റിനകത്ത് അവർ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിട്ടുണ്ട്. ഗ്രൂപ്പ് സിനകത്ത് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് എല്ലാ സബ്ജക്റ്റിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിട്ടുണ്ട്. അതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യാം. ഓക്കെ, വേറെ എന്ത് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, all the best for your exams.